ഇൻ്റർ സെമ്മുകാരുടെ കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു. അവരുടെ പരീക്ഷ സ്ക്രാപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. KTU 2019 സ്കീമിന് വേണ്ടിയിട്ട് പുതിയ സിലബസ് ഇറക്കിയിരിക്കുന്നു. എന്ന് തൊട്ട് ക്ലാസ് തുടങ്ങണമെന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് വന്നിരിക്കുന്നു. കോളേജസ് ഫീസ് പിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മളൊരു അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, ദിവസം കൂടുന്തോറും കമ്മ്യൂണിറ്റി സ്പ്രെഡ് കൂടി വരികയാണ്. നമ്മൾ ഈ ഇൻ്റർമീഡിയറ്റ് സെമ്മിൽ ഭൂരിഭാഗവും ഓൺലൈൻ മെത്തേഡ്സ് വെച്ചാണ് പഠിച്ചത്. ഈ സെമസ്റ്ററുകളിലും നമുക്ക് ഓൺലൈൻ മെത്തേഡുകളെ ആശ്രയിക്കേണ്ടി വരും. ഒരു ചേഞ്ചിനെ നമ്മൾ എപ്പോഴും റെസിസ്റ്റ് ചെയ്താണ് കണ്ടിട്ടുള്ളത്. അതൊരു ലോ ഓഫ് നേച്ചറാണ്. നിങ്ങൾ ഇനേർഷ്യ പഠിക്കുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മളൊരു മാറ്റം വരുമ്പോൾ അതിനെപ്പോഴും ആദ്യം റെസിസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതേപോലെയാണ് ഓൺലൈൻ ലേണിങ്ങിൻ്റെ കാര്യത്തിലും. നമ്മുടെ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസ് റൂം ലേണിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിനെ ഫസ്റ്റ് നമ്മൾ റെസിസ്റ്റ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു മാറ്റമാണ്. ലോകത്തിൻ്റെ ഒരു കോണിൽ നിൽക്കുന്ന ഒരു അധ്യാപകൻ മറ്റൊരു കോണിൽ നിൽക്കുന്ന വിദ്യാർത്ഥിയുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു മെത്തേഡാണ് ഓൺലൈൻ ലേണിംഗ്. നമ്മൾ അതുമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. പുതിയ ഓപ്പർച്യൂണിറ്റികളാണ് നമുക്ക് ഓൺലൈൻ ലേണിംഗ് തരുന്നത്. എല്ലാവരും മാറണം. വിദ്യാർത്ഥികൾ മാറണം, അധ്യാപകർ മാറണം, യൂണിവേഴ്സിറ്റി മാറണം. നമ്മൾ ഈ പുതിയ മാറ്റത്തെ അംഗീകരിച്ചില്ല എങ്കിൽ പഴയ സെമസ്റ്ററിലെ പോലെ തന്നെ ഓൺലൈൻ ലേണിംഗ് ഒരു ഡിസാസ്റ്ററായി തന്നെ മാറും. അത് ആകാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രയത്നിക്കണം. നിങ്ങളുടെ സ്ക്രീനിൽ കാണാം, ഒരു മാറ്റത്തിന് വിദ്യാർത്ഥികൾ, അധ്യാപകർ, യൂണിവേഴ്സിറ്റികൾ 3 പേർക്കും ഒരു പങ്കുണ്ട്. വിദ്യാർത്ഥികളുടെ പങ്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഠന രീതി മാറ്റണം. ഒരിക്കലും നമ്മളൊരു ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടു കൂടി നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ലേണിംഗ് ബിക്കംസ് മച്ച് മോർ സ്മൂത്തർ. നമ്മളൊരു അധ്യാപകരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. നമ്മളും നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് മുന്നിട്ടിറങ്ങണം. എങ്കിലേ ലേണിംഗ് സ്മൂത്തറാകത്തുള്ളൂ. ഒരിക്കലും നമ്മൾ മാർക്കിന് പുറകെ ഓടരുത്. നമ്മൾ നന്നായി പഠിക്കുകയാണെങ്കിൽ മാർക്ക് നമ്മളുടെ മുന്നിൽ തന്നെ വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും ഈ ഒരു ഫാക്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾ ചിലർക്ക് സപ്ലൈ വന്നതായിരിക്കാം, ചിലർ ജയിച്ച് മുന്നേറുന്നവരായിരിക്കാം. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജയിച്ച് മുന്നേറിയവരാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരു ഭാഗത്ത് പേപ്പറുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവരെ ഈ സെമസ്റ്ററിൽ സഹായിക്കേണ്ടത് നിങ്ങളുടെ ഒരു കടമയാണ്. നിങ്ങളെല്ലാവരും തെളിയിച്ചതാണ്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കാകുമെന്ന്. അതുപോലെ എന്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തുകൂടാ? ഈ ജയിച്ച് മുന്നേറിയ വിദ്യാർത്ഥികൾ ഒരു തരത്തിലൊരു ലീഡർഷിപ്പ് സ്കില്ല് പൊസസ് ചെയ്യുക. ഇവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട നോട്ട്സും അവർക്ക് വേണ്ട സ്റ്റഡി ടിപ്സും ഏത് സമയത്തും ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എല്ലാവരും ഈ കോവിഡ് സമയത്ത് ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് സപ്ലികളെ കുറയ്ക്കാനും ഈ ഓൺലൈൻ ലേണിംഗ് തന്നെ കുറച്ചുകൂടെ സ്മൂത്തറാക്കാനും പറ്റും. ഇനി മാറ്റം വരുത്തേണ്ട അധ്യാപകർ പഠിപ്പിക്കുന്ന രീതികളിലുള്ള മാറ്റമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ട്രാൻസിഷൻ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഒരു നോർമൽ ക്ലാസ് റൂമിൽ നിന്ന് ഒരു വിർച്വൽ ക്ലാസ് റൂമിലോട്ട് ഒരു ട്രാൻസിഷൻ സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അധ്യാപകർക്ക് ഇന്ന് ഇന്ത്യയിലെ പല ഭാഗത്തുമുള്ള യൂണിവേഴ്സിറ്റികളും കോളേജുകളും അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പ്രോഗ്രാംസ്, TLC, ടീച്ചർ ലേണിംഗ് പ്രോഗ്രാംസ്, എഡ്യൂക്കേഷണൽ ടെക്നോളജി പ്രോഗ്രാംസ്. IIT ബോംബെയിൽ അതിനുവേണ്ടി റിസർച്ചും ഉണ്ട്, MTech കോഴ്സസും ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും പല കോഴ്സസും ഉണ്ട്. ടീച്ചേഴ്സ് ഇത് അക്സെപ്റ്റ് ചെയ്യുകയും ഇത് പഠിച്ചെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തും ഒരു വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ്. നിങ്ങൾക്ക് വിക്ടേഴ്സ് ചാനൽ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ വിക്ടേഴ്സ് ചാനൽ ഈ പറയുന്ന 3 മെത്തേഡ്സും ഫോളോ ചെയ്യുന്നതാണ്. ICT, TLC, എഡ്യൂക്കേഷണൽ ടെക്നോളജി. അത് ബാക്ക് ചെയ്യുന്നത് സിയറ്റും കൈറ്റ് വിക്ടേഴ്സുമാണ്. ഇതിൽ കോളേജുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലേസ്മെൻറ്റുകളോ നല്ല ഫെസിലിറ്റിയുള്ള കോളേജ് ക്ലാസ് റൂമുകളോ അല്ല നമുക്ക് വേണ്ടത്. അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസാണ്. അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്ലേസ്മെൻറ്റ് കൊണ്ടോ കോളേജ് ഫെസിലിറ്റി കൊണ്ടോ കോപ്പപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസാണ്. അത് പ്രൊവൈഡ് ചെയ്യാൻ കോളേജസ് മാറേണ്ട ആവശ്യകതയുണ്ട്. അതിനുശേഷം പോരെ പ്ലേസ്മെൻറ്റും ഈ പറയുന്ന കോളേജ് ഫെസിലിറ്റീസും. എനിക്കിനി അവസാനം സംസാരിക്കാനുള്ളത്, യൂണിവേഴ്സിറ്റിയും
മാറ്റത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. അതായത് നിങ്ങളൊരു സർക്കുലർ ഇറക്കുമ്പോൾ, അതായത് ഇയർ ഔട്ട് ബേസ് ചെയ്താലും ഓഡ് സെമസ്റ്റർ ഈവൻ സെമസ്റ്റർ ബേസ് ചെയ്താലും എക്സാംസിനെ ബേസ് ചെയ്താലും ക്രെഡിറ്റ് സിസ്റ്റത്തിനെ ബേസ് ചെയ്താലും എന്ത് സർക്കുലർ നിങ്ങൾ ഇറക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് വിദ്യാർത്ഥികൾ നല്ലതുപോലെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്തിനാണ് നിങ്ങൾ ഈ സർക്കുലർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന്. ഇല്ലാത്ത പക്ഷം വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റിയും രണ്ടും രണ്ട് തട്ടിലായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികളുടെ പ്രശ്നം തീർക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് ഒരു പോർട്ടൽ തുടങ്ങിക്കൂടാ. നിങ്ങൾ പറയുന്നു വിദ്യാർത്ഥികൾ ഇമെയിൽ അയക്കുന്നത് കാരണം പ്രശ്നമാകുന്നു എന്നൊക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കാനും വേണ്ടി ഒരു പോർട്ടൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങിക്കൂടാ. നിങ്ങളും അവിടെ മാറേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടത് ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. സ്റ്റുഡൻസിൻ്റെ വാദങ്ങൾ കേൾക്കുന്ന, സ്റ്റുഡൻസിന് നല്ലതുപോലെ എഡ്യൂക്കേറ്റ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത സർക്കുലർ ഇറക്കുന്ന, പരീക്ഷകൾ നല്ലതുപോലെ കണ്ടക്ട് ചെയ്യുകയും പേപ്പർ ഇവാലുവേഷൻ നല്ലതുപോലെ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ റാങ്ക് മറ്റ് യൂണിവേഴ്സിറ്റികളെ വെച്ച് നോക്കുമ്പോൾ മുന്നിട്ട് നിൽക്കാൻ പറ്റൂ. കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മാറ്റിക്കൂടാ? ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ മുൻപന്തിയിൽ നിൽക്കാൻ നിങ്ങൾക്ക് വിചാരിച്ചാൽ സാധിക്കും. പക്ഷെ നിങ്ങളുടെ വാശി അതിനെ സമ്മതിക്കത്തില്ല.